ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ചത്തെ കുറച്ച് പരിപാടികളാണ് ഇന്ന്. എന്നിട്ടാണ് നമ്മുടെ ആദം ബേബിയും ഹസി ബേബിയും ഇവിടെ ഉണ്ട്. അവരിതേ പുറത്താണ് നിൽക്കണേ. ഇപ്പം അകത്തേക്ക് കയറിയില്ല. അകത്തേക്ക് കയറ്റിയപ്പോൾ ആ കല കുരു വരണുണ്ട് ഒരാൾ വരണുണ്ട്. നമ്മുടെ ഹസി ബേബി വരണുണ്ട് കേട്ടാ. ചൂടും ഭയങ്കരമാണ്. ഐറ്റങ്ങൾക്ക് പരിക്കാത്തിരിക്കുമ്പോ അവർക്ക് പുറത്തേക്ക് പോണപ്പോഴും അവര് ഓടിട്ടാ അവൻ കണ്ട ഇന്ന് മറ്റേ ബീഫല്ലേ വെക്കണേ? ഇന്ന് ബീഫ് ബിരിയാണി ഇന്ന് ബീഫ് ബിരിയാണി വെക്കാൻ പോണാതും ബേബി. എനിക്ക് വേണം ബിരിയാണി. ഒരുത്തൻ കാലത്തോടെ ഒരു സാധനം തിന്നിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ നടക്കാ. ആ ബീഫ് ബിരിയാണി ഒക്കെ തിന്നു. കൈ കൊണ്ട് കാണിച്ചിരുന്നു. ഉപവാസത്തിലെ കൊച്ചു ഞായറാഴ്ച ചെയ്തോണ്ടേ കുമ്പണെന്ന് കുമ്പെടുക്കണവേ എന്താടാ. 2 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണാട്ടാ. പതിവില്ലാണ്ട് രാത്രി ഛർദി, മസിൽ കയറല്, എന്നിട്ടാണ് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അല്ലേ. എന്തായാലും ബുദ്ധിമുട്ട്. അതങ്ങനെ സമയം എടുക്കാറാവും തോറും ബുദ്ധിമുട്ടുകൾ കൂടി കൂടി വരാം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആദം ബേബിയുടെ വാശിയും. കുളിച്ചിട്ടില്ല. അതിന് എണീറ്റ് വരുന്നത് എപ്പോഴാ? അത് ശരിയാ. 11 മണിക്ക് എണീറ്റ് വരുന്ന. പിന്നെ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. സമയം വേണ്ടെന്ന കാര്യം. എണീറ്റ് വന്ന സമയം നോക്കിയാലോ കഴിക്കാം. കുക്കർ വിസിലടിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നു. ബീഫ് ദേവി വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈക്കുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അരി വേവിച്ച് ഇതിലിരിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, പണി കഴിഞ്ഞിട്ട് നേരമില്ല. ഇനി പണി വരാനിരിക്കണുള്ളൂ. ഒരാൾ കൂടി വന്നേക്കുന്നത്. പണി തുടങ്ങാൻ പോണുള്ളൂ. ശരിക്കുള്ള പണിക്കുള്ള ആള് പറഞ്ഞുള്ളൂ. ചേട്ടനാ മറ്റേ ചായ പാത്രം എടുത്ത് അവൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ട് ഓടിയിട്ട് അടിക്കാന്ന് പറഞ്ഞാ. ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോ രാത്രി ഫുള്ള് കറച്ചിലായിരുന്നു. അതുപോലെ അതന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ബിരിയാണി റെഡി ആയിരുന്നിട്ടാ. തിന്നോക്കിട്ടില്ല. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടാ. പിന്നെ ബീഫ് ഫ്രൈ, സർലാസ് എല്ലാം റെഡി ആയിട്ട്. എന്നിട്ട് പറ്റിയേ 2 ചക്കുടുകൾ കൂടി അതല്ലേ ഇത് കണ്ടത്. ദൈവമേ, സന്തോഷമായി രണ്ടുപേർക്കും. ബിരിയാണി വേണ്ട. ഇപ്പൊ ആ സാധനങ്ങളൊക്കെ പിടിച്ച് വലിച്ചോളൂ. എന്നിട്ട് വേണ്ടേ ബിരിയാണി വേണം. ഏത് ബിരിയാണി വേണ്ടേ? എവിടെ ബിരിയാണി? ബിരിയാണി ബിരിയാണി ആരുണ്ടാക്കിയേ? അമ്മയാണോ ഉണ്ടാക്കിയേ? ബിരിയാണി അവനാ ക്യാപ്പിക്കോടെ സൈഡിലെ സാധനങ്ങൾ വെക്കാൻ അമ്മയല്ല ഒക്കെ വാങ്ങി മാറ്റിച്ചിട്ടുണ്ട്. പെട്ടിയേ ബിരിയാണിയില് കിസ്മിസ് ഒന്നും അവൾക്ക് പറ്റൂല. അപ്പൊ അവളതൊക്കെ വകഞ്ഞ് മാറ്റി വെച്ചോളൂ. റൈസ് മാത്രം എടുത്തോളൂ. കശുവണ്ടി പരിപ്പും മുന്തിരിയും ഒക്കെ മാറ്റി വെച്ചിട്ട്. മുന്തിരി നമുക്ക് പറ്റൂല. ഞാൻ ബിരിയാണിക്ക് കശുവണ്ടി പരിപ്പും മുന്തിരി മേടിക്കാൻ പറഞ്ഞാൽ മേടിക്കില്ല. അതില്ലാണ്ട് വെച്ചാൽ മതി. എനിക്കത് ഇല്ലാണ്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ മാറ്റി വകഞ്ഞ് വെച്ചിട്ട് ചോറ് കൊണ്ടുപോയിക്കാം. റെഡി, ബിരിയാണി റെഡി. എടാ നീ തിന്ന് നോക്കിയിട്ട് പറയാം. എനിക്കത് ഞാൻ തിന്നിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇത്തിരി ബീഫും. നിങ്ങൾ വിചാരിക്കും എന്താ തിന്നണേ ആവോ. ഇത് ആരുണ്ടാക്കിയെന്ന് പറയടി? അമ്മച്ചി ഉണ്ടാക്കിയത്. എല്ലാരും പങ്കാളികളില്ല കേട്ടാ. ഞാൻ തന്നെയുള്ളൂ. സർലാസ് മാത്രം സ്റ്റെപ്പി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ബാക്കി ആരുടെ കൈ ഇതിലില്ല. എന്റെ കൈ മാത്രം ഇതിലുള്ളൂ കേട്ടാ. ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലെന്ന് പറയായിരുന്നു. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ബിരിയാണിയും രസമായി. ബീഫും നല്ല ബീഫായിരുന്നു. ദിന്നിമോൾ എന്താ പറയുന്നത്? ബിരിയാണി ഇഷ്ടമായ? സാധാ അമ്മച്ചി ഉണ്ടാക്കുന്ന ബിരിയാണി അവൾക്ക് ഇഷ്ടമല്ല കേട്ടാ. അതുകൊണ്ട് മാക്സിമം അമ്മച്ചി ഉണ്ടാക്കാറില്ല. ഇവിടെ ഇഷ്ടം അവൾക്ക് ദം ബിരിയാണിന് ഒക്കെ കൂടി കൂട്ടി മിക്സ് ചെയ്യുന്നത്. ഇപ്പൊ ഇതില് ബീഫ് ഇടാൻ പറഞ്ഞത്. ബീഫ് ഇട്ട് ദം ബിരിയാണി ആക്കാൻ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ ഉണ്ടാകുന്നത് ഇഷ്ടമല്ല.
ഞാൻ അമ്മിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം അമ്മിച്ചിട്ട് ബിരിയാണി. അമ്മിച്ചിയുടെ ബിരിയാണി തന്നെ അമ്മിച്ചിയുടെ ബിരിയാണി തന്നെ പുകഴ്ത്ത്. ഇവരുടെ അഭിപ്രായം പറഞ്ഞ ഞാനോ ഞാൻ ഉണ്ടാക്കുമ്പോ എനിക്ക് ഇഷ്ടമുള്ളതല്ലേ. ഞാൻ ഉണ്ടാക്കുമ്പോ ഞാൻ കുറ്റം പറയൂ. ഇതാരുടെ തട്ടിയിട്ടെ എന്നെ തല്ലണ്ട. ഇതാരെ ചേട്ടൻ്റെ ഫ്ലക്സ് തട്ടിയിട്ടെ അല്ലേ? അയ്യോ തട്ടിയിട്ടിട്ട് നീ എടുത്തു കൊടുക്കണല്ല. ഇത് അമ്മിച്ചി മറ്റേ ഈസ്റ്ററിന് വാങ്ങി തന്ന സാരി അല്ലേ? ആ സാരി കേട്ടത് അവിടത്തെ വരന്തരപ്പള്ളിയിൽ അമ്മിച്ചി വാങ്ങിയ സാരി. ഇവരെ രണ്ടുപേരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പച്ചൻ്റെ ഒരു കുഞ്ഞു ഫോണുണ്ട്. ഇതേ കണ്ട ഇത് കൊണ്ടുപോയി. എല്ലാവരെയും വിളിക്കുക ഫോൺ എടുത്തിട്ട്. അവരെവിടെ ആർക്കാ കോള് പറഞ്ഞതെന്ന് അവർക്ക് വരെ അറിയില്ലേ. ചേട്ടനും അതെ അനിയനും അതെ. അമ്മിച്ചിതേ കൊറട്ടിപ്പള്ളി പോണിന്ന് രാവിലെ ഇവിടുത്തെ പള്ളിയിൽ പോവാത്ത സാഹചര്യത്തിൽ കൊറട്ടിപ്പള്ളിക്ക് പോകുന്നു. എന്താ പോവാനിന്ന് പള്ളിയിൽ ഇവിടെ പോണമ്മ അസികൂട്ടൻ അതിന് ഉറങ്ങാ. ദേ പോണവര് ആ മാമയെ പാപ്പനെ ദീ പോണ കേട്ടാ. അവര് പോയല്ലോ. അയ്യോ അമ്മാമ പോയി പോരും പോരും പോരും. ഒരാള് വണ്ടിമ്മ കയറി നോക്കി. ഡാ എങ്കട വണ്ടി ഓടിക്കാൻ പോവാ. താക്കോല നോക്കണേ. വീട്ട് ആദം ബേബി അച്ചാച്ചാ പോവാന്ന് പറ. വണ്ടി എടുക്കാൻ പറ. അമ്മിനി 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 അമ്മച്ചി അമ്മിനി 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 ഷീബ ചേച്ചിയോടേക്ക് പോയി. കൊച്ചിന് കളിക്കാനുള്ള സ്ഥലമായിരുന്നു. ചേട്ടാ ചേട്ടാ എന്താ കേറാഞ്ഞേ? എന്ത് പോഞ്ഞ പാപ്പൻ്റെ കൂടെ മാങ്ങ എവിടെ? മാങ്ങ മാങ്ങ എവിടെ? കൊണ്ടുപോയി അല്ലേ? മാങ്ങ ഫുള്ള് കഴിഞ്ഞു അല്ലേ? നീ എങ്ങടെ പോണേ? അമ്പിളി മാമൻ എവിടെ? അമ്പിളി മാമൻ ദേ അമ്പിളി മാമൻ ദേ എവിടെ വന്നൂടെ? ആസിക്കൂട്ട മോള് നോക്ക്. അമ്പിളി മാമൻ വന്നു. അതെ മാമ അമ്മാമ്മ വന്നിന്റെ പിന്നെ കൂടെ. അമ്മച്ചി പോയപ്പോ ഒരു കളി കളിക്കുന്നറിയാം. മണ്ണ് വാരിയിട്ട് ഇവന്റെ ആദംകൂട്ടൻ ആസിക്കൂട്ടന്റെ ആസിക്കൂട്ടന്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. അതെ അപ്പൊ ഇവൻ വാ തുറക്കും. അതൊക്കെ അവർക്ക് അതിനൊക്കെ ഇവൻ തുറക്കുള്ളൂ. ഇവൻ തുറക്കല്ല അവൻ. ആര്? ഇവൻ ആസിക്കൂട്ടൻ മണ്ണ് വരിച്ചു മണ്ണ് വരിച്ചു കൊടുക്കുന്നു. കളി പുതിയ കളി. വാവയുടെ കൈമ പിടിച്ചേ. വാവയുടെ കൈമ പിടിച്ചെടുക്കും. ഇല്ലോ അയ്യോ മാമനെ കാണാനില്ല. അയ്യോ അയ്യോ ഓടല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.